അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 500% താരിഫ് ഭീഷണി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ്. ലോകരാജ്യങ്ങൾ ഈ ഭീഷണിയിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ഭാരതം ശാന്തമാണ്. കാരണം 500%, എത്ര വലിയ താരിഫ് വന്നാലും ഇന്ത്യയെ അത് ഏൽക്കില്ല എന്നതാണ് വസ്തുത. ഇത് വെറും വാക്കല്ല, കണക്കുകൾ നിരത്തിയുള്ള കൃത്യമായിട്ടുള്ള വിലയിരുത്തലാണ്. റഷ്യൻ എണ്ണ വാങ്ങുന്നവർക്കെതിരെ കടുത്ത ഉപരോധ നിയമം കൊണ്ടുവരാൻ അമേരിക്ക ഒരുങ്ങുകയാണ്. എന്നാൽ ഇന്ത്യ ഇതിനെ ഭയപ്പെടുന്നില്ല. അതിന്റെ പ്രധാന കാരണം നരേന്ദ്രമോദി സർക്കാരിന്റെ തന്ത്രപരമായിട്ടുള്ള ചില നീക്കങ്ങളാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി സ്വയം നിയന്ത്രിച്ചിരിക്കുകയാണ്. ഡിസംബറിൽ ഇത് പ്രതിദിനം 1.2 ദശലക്ഷം ബാരലിലേക്ക് കുറഞ്ഞു. അതായത് ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയിൽ റഷ്യയുടെ വിഹിതം 38% നിന്ന് 36% കുറഞ്ഞു കഴിഞ്ഞു. അമേരിക്കൻ ഉപരോധങ്ങളും വിതരണ തടസ്സങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്ത്യ മറ്റ് വിപണികളെ ഇതിനോടകം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. റഷ്യൻ എണ്ണയ്ക്ക് പകരമായി പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയും ആഫ്രിക്കയും അമേരിക്കയും തന്നെ ആശ്രയിക്കാൻ ഇന്ത്യക്ക് ഇന്ന് സാധിക്കും. എണ്ണ കമ്പനികൾക്ക് ചെറിയ തോതിൽ ചെലവ് വർദ്ധിച്ചേക്കാമെങ്കിലും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ അപകടത്തിലാകില്ല എന്നുള്ള ഉറപ്പ് വിദഗ്ധർ അടിവരയിടുന്നു. ഉക്രൈൻ യുദ്ധത്തിന് പിന്നാലെ റഷ്യൻ എണ്ണയ്ക്ക് ലോകത്ത് വിലക്ക് വന്നപ്പോൾ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തി റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങാൻ മോദി സർക്കാർ കാണിച്ച ധീരത ലോകം കണ്ടതാണ്. അന്ന് അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഇന്ത്യ എടുത്ത തീരുമാനം രാജ്യത്തെ ഇന്ധനവില പിടിച്ചു നിർത്താൻ സഹായിച്ചു. എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറുകയാണ്. ഭീഷണികൾ വരുന്നതിന് മുൻപേ തന്നെ മറ്റ് സ്രോതസ്സുകൾ കണ്ടെത്തി ഇന്ത്യ സ്വയം പര്യാപ്തമാവാൻ, സ്വയം സുരക്ഷിതമാകാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. നിലവിൽ ബാരലിന് $9 വരെ ഇളവിലാണ് റഷ്യ ഇന്ത്യക്ക് എണ്ണ നൽകുന്നത്. ഈ വിലക്കുറവ് ആകർഷമാണ് എന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ അനിശ്ചിതാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ അതീവ ജാഗ്രതയിലാണ്. അമേരിക്ക അടുത്ത ആഴ്ച പുതിയ നിയമം കൊണ്ടുവന്നാലും ഇന്ത്യക്ക് പെട്ടെന്ന് മറ്റ് വിപണികളിലേക്ക് മാറാൻ പ്രയാസമില്ല. ഇത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ്. ലോകം ഒരു വശത്ത് ഉപരോധങ്ങളെ ഭയക്കുമ്പോൾ ഇന്ത്യ കൃത്യമായിട്ടുള്ള പ്ലാൻ ബി നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ ട്രംപിന്റെ താരിഫ് രാഷ്ട്രീയം ഇന്ത്യയുടെ വികസന കുതിപ്പിനെ ബാധിക്കില്ല. ആഗോള രാഷ്ട്രീയത്തിലെ ഏത് വെല്ലുവിളിയും നേരിടാൻ തക്ക കരുത്ത് ഇന്ന് ഭാരതത്തിനുണ്ട്. ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാത്ത, സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അറിയാവുന്ന ഒരു നവഭാരതത്തെയാണ് ലോകം ഇവിടെ കാണുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.